ക്ലബിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ എന്ന് പറഞ്ഞാണ് അവർ വന്നത്. ആ ഗെയിം ബ്രാൻഡ് അംബാസിഡർ എന്നും പറഞ്ഞാണ് അവര് വന്നത്. ലീഗൽ അല്ലാണ്ട് ഇവിടെ ഒന്നും കാണത്തില്ലല്ലോ എന്ന് പറഞ്ഞാണ് അവർ ആദ്യം പ്രൊമോഷൻ വന്നത്. അത് ഇട്ട് കഴിഞ്ഞാൽ ലീഗൽ അല്ലാതെ ഇവിടെ ഒന്നും കാണത്തില്ലെന്ന് അവര് പറഞ്ഞിട്ടാണ് പ്രൊമോഷൻ വന്നത്. അവരത് പറഞ്ഞത് ലീഗലായിട്ടുള്ളതാണ്, അവരത് പറഞ്ഞത് ലീഗലായിട്ടുള്ളതാണ്. അപ്രൂവ് ചെയ്തെന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ അടുത്ത് ആ പ്രൊമോഷൻ അതിന്റെ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്രൂവൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ നമ്മുടെ അടുത്തേക്ക് വന്നത്. ഒരു കമ്പനി താങ്കളെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഞങ്ങൾ ഫ്രോഡാട്ടോ, ഞങ്ങൾക്ക് ലൈസൻസും കാര്യങ്ങളും ഒന്നുമില്ല, ഇന്ത്യയിൽ ഞങ്ങൾ ഇല്ലീഗലായിട്ടാണ് പ്രവർത്തിക്കുന്നത്, താങ്കളൊന്നും പ്രൊമോട്ട് ചെയ്യുമോ എന്ന് പറഞ്ഞ് വരില്ല. വീഡിയോ ഉണ്ട്, അത് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് 2 ഡിഫൻഡർ വാങ്ങിക്കാനുള്ള പൈസ കിട്ടിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം വണ്ടി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2 ഡിഫൻഡർ മേടിക്കാൻ. ദാറ്റ് മീൻസ് കോടികളാണ് അവർ ഓഫർ ചെയ്തിരിക്കുന്നത്. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിൽ കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്നത് നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇടം വരെ നോക്കേണ്ട ആ സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലക്കനെ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. അതോടൊപ്പം നിങ്ങൾ ആ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതേ പിടിച്ചൊന്ന് കിണുകിണ അടിച്ചു വെക്കുക. അപ്പോൾ നമ്മളിടുന്ന വീഡിയോ നിങ്ങൾക്ക് പടപടയെന്ന് കിട്ടുന്നതായിരിക്കും. ഇനി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്തിട്ട് നേരെ കമൻറ്റ് ബോക്സിലേക്ക് വരിക. കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു സാധനം കമൻറ്റ് ആയിട്ട് ഇടുക, എന്തെങ്കിലും ഇട്ടാൽ മതി, തെറിവിളി ഒഴിക്കാൻ നിങ്ങൾക്ക് എന്ത് വിടാം. അപ്പോൾ കുറഞ്ഞ പക്ഷം നിങ്ങളൊരു ലൈക്ക് കമൻ്റായിട്ട് ഇടുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഹാർട്ട് കമൻ്റായിട്ട് ഇടുക. ഈ വീഡിയോ റീച്ച് ആകാനായിട്ട് അത് വളരെയധികം സഹായിക്കും. ഇപ്പോൾ നമ്മുടെ വീഡിയോ റീച്ചിൻ്റെ വരുന്നില്ല, കഴിഞ്ഞിട്ട് നമുക്ക് ഇച്ചിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ റീച്ച് ആക്കാൻ നിങ്ങളെല്ലാവരും ഒന്ന് സഹായിക്കണം. നല്ല ഹൃദയത്തിനുടമകളെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ വായിക്കാനും അതിന് റിപ്ലൈ തരാനും ഞാനിവിടെ വെമ്പൽ കൊണ്ട് കാത്തിരിക്കുകയാണ്. ഇനി കൂടുതൽ ലാഗ് അടുപ്പിച്ച് കുളവാക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കയറാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഈ അർജുവും നമ്മുടെ ജോജി തമ്പിയും തമ്മിലൊരു ചക്കട നടന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അറിഞ്ഞിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. അർജു ഒരു റോസ്റ്റിംഗ് വീഡിയോ ഉണ്ടാക്കി. അതിനകത്ത് ഈ ഗിവ് അവേ ചെയ്യുന്ന ആളുകളെ ചെറുതായിട്ടൊന്ന് ട്രോളി. ഈ ഗിവ് അവേ ചെയ്യുന്ന ആളുകളെ ട്രോൾ ചെയ്യപ്പെടുത്തിന് ഇത് നേരെ പോയി അടിച്ചത് നമ്മുടെ ജോജി തമ്പിയാണ്. പുള്ളിക്കാരൻ അതിനൊന്നും റിപ്ലൈ ഇട്ടപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് ലഹരിക്കെതിരെ ഞാൻ പോരാടിയത് മൂലമാണ് എനിക്ക് ഇത്തരത്തിലുള്ള എതിർപ്പുകളും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഇത് അർജുനെ ഭയങ്കര നെഗറ്റീവായിട്ട് ബാധിച്ചു. ഇന്ന് ജോജി തമ്പി വന്നിട്ട് മറ്റൊരു വീഡിയോ ഇട്ടു. ഞാൻ ഉദ്ദേശിച്ചത് അർജുനെ അല്ല, മറ്റു ചില ആളുകളാണ്. അർജു ചെയ്ത ഒരു റോസ്റ്റിംഗ് ആയിട്ട് തന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അർജു അത് തന്നെ ചെയ്തു. ഞാൻ ഇത് റോസ്റ്റിംഗ് ആയിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ അർജു ഒരാളുടെ വീഡിയോ റിയാക്ട് ചെയ്തിട്ടാണ് പുള്ളിക്കാരൻ അതിന് മറുപടി പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. കുറച്ച് കാര്യങ്ങൾ ഇത് പറയാനുണ്ട്. ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചത് കൊണ്ട് മാത്രം ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം തന്നെ ഞാൻ ചെയ്ത എല്ലാ മലയാളികളൊക്കെ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഞാൻ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് ഒരു എമൗണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞില്ല, കാരണം എല്ലാവരും കൊടുത്തിട്ടുള്ള കാര്യമാണ്. പിന്നെ ഞാൻ കൊടുത്തിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഗസ്റ്റിലാണ് ഈ വയനാട് ഇത് സംഭവിക്കുന്നത്. സോ അതിന്റെ ആ ഒരു വീക്കിലാണ് ഞങ്ങളുടെ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് ആഹ എന്നാണ് പറയുന്നത്, അതിന്റെ ഒരു ലോഞ്ച് നടത്താനിരുന്നപ്പോഴാണ്, സോഫ്റ്റ് ലോഞ്ച് പോലെ. അപ്പോൾ അതിനുവേണ്ടി അറൗണ്ട് ഒരു 300 ഡ്രസ്സ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റോക്കിൽ. അപ്പോഴാണ് ഇതിന്റെ ഒരു ദുരന്തം നടക്കുന്നത്. അപ്പോൾ നമുക്കത് കൊടുക്കാൻ പറ്റില്ല, കാരണം ഇത്ര. അതുകൊണ്ട് ആ 300 ഡ്രസ്സ് പുള്ളിക്കാരൻ വയനാട്ടിലേക്ക് കൊടുത്തുവിട്ടു. ശേഷം തെറ്റാണെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ഞാൻ ട്രോളായിട്ട് എടുക്കാണ്ട് ഇതുപോലെ കരഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വേറൊരു കാര്യമില്ല. ഇവിടെ പ്രധാനമന്ത്രി ട്രോളെന്ന് പിന്നെയാണ് പിന്നെ എന്തിന്റെ ചൊറിച്ചിലാന്ന് എനിക്ക് മനസ്സിലാവണില്ല. അയാൾ ലഹരിക്കെതിരെ സംസാരിച്ചതോ? അത് നിനക്ക് പൊള്ളിയാ? ലഹരിക്കെതിരെ സംസാരിച്ചതോ? അതെന്ത് യൂണിവേഴ്സ്? ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല. എന്തൊക്കെയാണോ ഇയാൾ പറയുന്നത്? അർജുൻ എന്ത് സംഭവം എന്ന് പോലും മനസ്സിലായിട്ടില്ല. ഇത് ഒരുപാട് ആളുകൾക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. പുള്ളി ലഹരിക്കെതിരെ പ്രതികരിച്ചുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് അറിഞ്ഞപ്പോൾ എന്ത് സാധനം എന്ന് പലർക്കും മനസ്സിലായിട്ടില്ല. ലഹരിക്കെതിരെ സംസാരിക്കാൻ നല്ല കാര്യം. ഇനിയിപ്പോ ഞാൻ തോന്നാ ഒരു പാവപ്പെട്ട പെൺകുട്ടിനെ MBBS പഠിപ്പിക്കുന്നുണ്ട്. ചില്ലറ അമൗണ്ട് കൊടുത്തിട്ടൊന്നുമില്ല, 40-50 ലക്ഷം കൊടുത്തിട്ടാ. നിനക്ക് കഴിയോടാ? നിന്റെ സ്വന്തം പെങ്ങളെ കുട്ടിനെ നീ നഴ്സറിൽ ചേർത്തിട്ട് പഠിപ്പിക്കാൻ പറ്റും? നിനക്ക് പറ്റുകടാ. അതാണ് ചെയ്യണം. എന്നിട്ട് കൊടുക്കി. ഈ പറയുന്ന ചെറുപ്പക്കാരൻ അത് ചെയ്തിട്ടുണ്ടോ? അത് നമ്മളൊരു ചോദ്യചിഹ്നമായി ഉയർത്തേണ്ടിയിരിക്കുന്നു. പുള്ളി ഏതോ കുട്ടി MBBS പഠിപ്പിക്കുന്നുണ്ട്. നല്ല കാര്യം. ഇത് ഒരാൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് എന്റെ പെങ്ങടെ മോളെ ചേർക്കുന്നുണ്ടെന്നാണ് ഈ ചട്ടം ചോദിക്കുന്നത്. നിന്റെ സ്വന്തം പെങ്ങളെ കുട്ടിനെ നീ നഴ്സറിൽ ചേർത്തിട്ട് പഠിപ്പിക്കാൻ പറ്റും? നിനക്ക് ഞാൻ എന്റെ പെങ്ങടെ മോളെ ആരെ വെള്ളം ഞാൻ ചേർക്കും. ഇതും ഞാൻ എവിടെയും പറയാൻ ഉദ്ദേശിച്ച കാര്യമല്ല. ഇങ്ങനെ ഒരു വൃത്തികെട്ട സിറ്റുവേഷൻ എന്നെ കൊണ്ട് ഇട്ടുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു 6 കുട്ടികളെ കഴിഞ്ഞ വർഷം, അതിന് മുമ്പത്തെ വർഷമൊക്കെ ആയിട്ട് ഇപ്പം വരെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അവരെല്ലാ ചെലവും പഠിക്കാനുള്ള എല്ലാ ചെലവും എടുത്ത് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ അതും എവിടെയും എനിക്കത് താല്പര്യമില്ല എവിടെ കാണിക്കാൻ തോന്നുന്നു. പക്ഷെ അതിന്റെ ഞാൻ
ഇതടച്ച റെസിപ്റ്റ് ഞാൻ കാണിച്ചു തരാം, വേറെ എന്തോ ചെയ്യാനാ, ഇതൊക്കെ ഉള്ളൂ. ഇതും ഞാൻ എവിടെ ഇങ്ങനെ എനിക്കിതൊന്നും വീഡിയോ എടുത്ത് അയ്യോ ഞാൻ ഇത് ചെയ്യുന്നുണ്ട് മറ്റേ ചെയ്യുന്നുണ്ട് ഇത് ചെയ്യണം, അത് എനിക്കിഷ്ടമല്ല അങ്ങനെ. പക്ഷേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പബ്ലിക്കിനെ അറിയിക്കണമെന്നില്ല. ചിലർക്ക് അറിയിക്കാൻ താല്പര്യം ഉണ്ടാകും, ചിലർക്ക് അറിയിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. എന്നിരുന്നാലും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ നിങ്ങൾക്കെതിരെ വരുന്ന ഏറ്റവും വലിയൊരു അലിഗേഷൻ എന്ന് പറയുന്നത് ഈ ബെറ്റിംഗ് ആപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്നു. അതിൽ നിന്ന് നമ്മൾ ഇപ്പോൾ ഒരു 10 പേരുടെ പൈസ കളഞ്ഞ് കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ഒരാളെ സഹായിക്കുന്നതിന് അതിന് വലിയ അർത്ഥമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ആ സാധനമാണ് ഈ അർജുനെതിരെ വരുന്ന ഏറ്റവും വലിയ അലിഗേഷൻ. ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് ഇദ്ദേഹം ഇവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇദ്ദേഹം ചെയ്ത് ഈ റോസ്റ്റിങ്ങിനകത്ത് ഓൾറെഡി ഇത്തരത്തിലുള്ള ഗാംബ്ലിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്നവരെ കൂടെ ട്രോൾ ചെയ്തിരുന്നെങ്കിൽ അതൊരു സെൽഫ് ട്രോളായിട്ട് വലിയ പ്രശ്നമില്ലാതെ അങ്ങ് പോയേനെ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയുന്നേക്കാം, അതിനകത്താണ് നമുക്ക് പറയേണ്ടത്. ഇനി അടുത്ത എന്താണ്, നമ്മൾ ആരാന്നുള്ളത് ചിന്തിക്കണം. നീ ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്തിട്ട് എത്ര പേര് നീ പറ്റിച്ചു? ഞാൻ ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെന്ന്. ഓക്കെ, ഇതിനാണ് എനിക്ക് ശരിക്കും ഉത്തരം പറയേണ്ടത്. കാരണം എനിക്ക് ഒരുപാട് കമന്റ്സ് ഇതിനെ കുറിച്ച് വരാറുണ്ട്. എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ ഇതിനിടെ പറയാറുണ്ട്, ബ്രോ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുക, ആൾക്കാർ ഇങ്ങനെ പറയുന്നു അങ്ങനെ പറയുന്നതൊക്കെ. ശരിക്കും പറഞ്ഞാൽ ക്ലാരിഫിക്കേഷൻ കൊടുക്കാനൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു മാഡ് സെലക്ട് ചെയ്യുന്ന കാര്യങ്ങളും എനിക്ക് പറ്റിയ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഒരു സെക്കൻഡ് ചാനലിൽ ഒരു ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് പണ്ട്. സോ അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു കേരളത്തിലെ ഒരു വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ക്ലബിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ എന്ന് പറഞ്ഞാണ് അവർ വന്നത്. ആ ഗെയിം ബ്രാൻഡ് അംബാസിഡർ എന്നും പറഞ്ഞാണ് അവർ വന്നത്. ലീഗലാണ്. സോ ലീഗൽ അല്ലാണ്ട് ഇവിടെ ഒന്നും കാണത്തില്ലല്ലോ എന്ന് പറഞ്ഞാൽ അവർ ആദ്യം പ്രൊമോഷൻ വന്നത്. അത് ഇട്ട് കഴിഞ്ഞ് ലീഗൽ അല്ലാതെ ഇവിടെ ഒന്നും കാണത്തില്ലെന്ന് അവർ പറഞ്ഞിട്ടാണ് പ്രൊമോഷൻ വന്നത്. പിന്നെ ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ ബ്രോ ഇത് ഗാംബ്ലിംഗ് ആപ്പാണ് ബെറ്റിംഗ് ആപ്പാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാനത് റിമൂവ് ചെയ്ത് എൻ്റെ വീഡിയോയിൽ നിന്ന് അത് റിമൂവ് ചെയ്യാൻ തന്നെ അതിൻ്റെ അകത്ത് പേയ്മെന്റ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് എൻ്റെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കാം. അത് വളരെ നല്ല കാര്യമാണ്. ഇദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ ചെയ്യും, അതിനുശേഷം എന്തെങ്കിലും പ്രശ്നമാണെന്ന് തോന്നിയിട്ടാണോ അതോ ഇനി പേയ്മെൻ്റ് ഒക്കെ കിട്ടി പരിപാടി തീർന്നിട്ടാണോ എന്നറിയില്ല, ആ സാധനം ആഡ് കട്ട് ചെയ്ത് കളയും. പുള്ളി ഇതുപോലത്തെ ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ ആ പ്രൊമോഷൻ അവിടെ ഇല്ല. കാരണം ഒരു മാസം വീഡിയോ അതിൻ്റെ അകത്തുണ്ടെങ്കിൽ അവർ പേയ്മെന്റ് എടുത്തുള്ളൂ. അത് ആ വീഡിയോ 4 ദിവസം പോലും കടന്നില്ല. 3-ാമത്തെ ദിവസം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ ബ്രാൻഡ് പ്രൊമോഷനും കളഞ്ഞു, ഇതും കളഞ്ഞു. പക്ഷേ അവരിപ്പോഴും എനിക്ക് തോന്നുന്നു അവരുടെ സ്പോൺസർ തന്നെയാണെന്നാണ് തോന്നുന്നത്. സോ പിന്നെ ചെയ്തൊരു ട്രേഡിംഗ് ആപ്പിന്റെ ഒരു പ്രൊമോഷനാണ്. ആ ട്രേഡിംഗ് ആപ്പിന്റെ പ്രൊമോഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പേരൊന്നും പറഞ്ഞില്ല, വീണ്ടും പ്രൊമോഷൻ എന്ന് പറഞ്ഞ് വരാണ്ടിരിക്കാനാണ്. സോ അതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് പറഞ്ഞത് ലീഗലായിട്ടുള്ളതാണ്. അവരത് പറഞ്ഞത് ലീഗലായിട്ടുള്ളതാണ്. ഫിനാൻഷ്യൽ കമ്മീഷൻ ഒക്കെ അപ്രൂവ് ചെയ്തെന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ അടുത്ത് ആ പ്രൊമോഷൻ അതിന്റെ പ്രൊമോഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്രൂവൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ നമ്മുടെ അടുത്തേക്കുന്നത്. ഒരു കമ്പനി താങ്കളെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഞങ്ങൾ ഫ്രോഡാട്ടോ, ഞങ്ങൾക്ക് ലൈസൻസും കാര്യങ്ങളും ഒന്നുമില്ല, ഇന്ത്യയിൽ ഞങ്ങൾ ഇല്ലീഗലായിട്ടാണ് പ്രവർത്തിക്കുന്നത്, ഞങ്ങളൊന്നും പ്രൊമോട്ട് ചെയ്യുമോ എന്ന് പറഞ്ഞ് വരില്ല. അവർ ഞങ്ങൾ അടിപൊളിയാണ്, കിഡോസ്കിയാണ്, കിടിലുമാണെന്ന് പറഞ്ഞേ വരത്തുള്ളൂ. അതിൻ്റെ യാഥാർത്ഥ്യം തിരക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ. നമുക്ക് തെറ്റുകൾ പറ്റും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. തീർച്ചയായിട്ടും താങ്കൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടാകും. പക്ഷേ നിരന്തരമായി താങ്കൾക്ക് എന്തുകൊണ്ട് തെറ്റ് പറ്റുന്നു, അത്രേ ഉള്ളൂ എൻ്റെ ചോദ്യം. ബാക്കി പറ. അവസാനമായപ്പോഴാണ് അതൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ലൈക്ക് അതൊരു സെബിയുടെ ഒരു ഗ്രേ ഏരിയ കിടക്കുന്ന ആപ്പാണ്, ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ആപ്പാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിന്റെ പ്രൊമോഷൻ നമ്മൾ ടൈം ലൈൻ ആകുന്നതിന് മുമ്പ് തന്നെ അത് കട്ട് ചെയ്ത് കളഞ്ഞു. ആൻഡ് അതിന്റെ ലാസ്റ്റിന് ചെയ്തതിന്റെ എമൗണ്ടും കിട്ടിയിട്ടില്ല. കാരണം അവർ പറയുന്നതിന് മുന്നേ നമ്മൾ ആഡ് റിമൂവ് ചെയ്തുള്ളൂ, പിന്നെ അതിന്റെ പേയ്മെന്റ് അവർ തരത്തില്ല. സോ അങ്ങനെ അതിന്റെ പേയ്മെന്റും കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് ചെയ്തത് നമ്മുടെ രാജാവിന്റെ വരവ്, ലുഡോ കളിക്കുന്നത്. അപ്പൊ അതെനിക്കറിയാം നിങ്ങളുടെ ഫീഡിയോ വന്ന് നിങ്ങൾ ജീവിതം വെറുതെ കാണും. ഞാനത് എന്റെ ചാനലിൽ എവിടെ ഇട്ടിട്ടില്ല. അവരെന്നെ അപ്രോച്ച് ചെയ്തപ്പോൾ അവർ ജസ്റ്റ് വീഡിയോ എടുത്ത് ഇങ്ങനെ കൊടുത്താൽ മതി, അവർ വീഡിയോ എടുത്ത് അങ്ങനെ കൊടുത്താൽ മതി, അവർ റൺ ചെയ്തേക്കാന്ന് പറഞ്ഞു. ഇവരങ്ങ് മൊത്തം റൺ ചെയ്ത് എന്നെ കാണിച്ചവനെ കുറെ പേര് ഓൾറെഡി ചെയ്തിട്ടുണ്ട് ആക്ടേഴ്സ്. അപ്പൊ ഞാനത് പിന്മാറണമായിരുന്നു. പക്ഷെ ഞാൻ പിന്മാറിയില്ല. അതായത് അവർ പറഞ്ഞ് ചുമ്മാ ആഡ് എടുത്ത് അവർക്ക് കൊടുത്താൽ മതി, അവർ റൺ ചെയ്തോളും, നമ്മൾ റൺ ചെയ്യണ്ട, അവർ റൺ ചെയ്തോളും. അപ്പം ഞാൻ എടുത്തു കൊടുത്തു. നമ്മുടെ സൈഡിൽ എന്താ തെറ്റ് വന്നു, നമ്മളെടുത്ത് കൊടുത്തു. ഞാനിങ്ങ് റൺ ചെയ്തിട്ടില്ല, അവരാണ് റൺ ചെയ്തത്. അപ്പം പക്ഷേ ഇത് സൂപ്പിയായി പറയുന്നത്. അത് ഞാൻ ചെയ്തപ്പോൾ പലരും ഇൻസ്പയർഡായി ചെയ്തു. അപ്പം ഞാൻ ആലോചിച്ചത് ചെയ്യണ്ടായിരുന്നെന്ന്. ചെയ്തു പോയി. കാരണം അത് ലീഗലായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്, ഇന്ത്യയിൽ ലീഗലായിട്ടുള്ള ഒരു സാധനമാണെന്നാണ് അവർ പറഞ്ഞത്. ലീഗലായിട്ടുള്ളതാണ് അത്, ഇന്ത്യയിൽ ലീഗലായിട്ടൊരു സാധനമാണെന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ചെയ്ത്. അപ്പോൾ പക്ഷേ ഇന്ത്യയിലത് ശരിക്കും ഈ സൂപ്പ് ഇന്ത്യയിൽ ലീഗലാണെന്നാണ് എനിക്കും തോന്നുന്നത്. പക്ഷേ ലീഗലായിട്ടൊരു സാധനം ഇവിടെ പ്രവർത്തിക്കുമ്പോഴും അതിനകത്ത് അത് ചെയ്യുന്നതുകൊണ്ട് നാട്ടുകാർക്ക് ഗുണമുണ്ടോ ദോഷമുണ്ടോ നമ്മൾ ചിന്തിക്കണ്ടേ. നമ്മൾ വലിച്ചു കയറ്റുന്ന മദ്യം ഇന്ത്യയിൽ ലീഗലാണ്. പക്ഷേ നമ്മൾ എന്തുകൊണ്ട് മദ്യത്തിൻ്റെ പരസ്യം ചെയ്യുന്നില്ല? ഒരു മദ്യ ബ്രാൻഡ് താങ്കളെ സമീപിച്ച് കഴിഞ്ഞാൽ താങ്കൾ ചെയ്യുമോ? അപ്പോൾ അതിനകത്ത് ശരിതെറ്റുകൾ നമ്മൾ നോക്കണം. നമ്മുടെ നാട്ടിൽ നമ്മുടെ നിയമത്തിൻ്റെ ചില പ്രശ്നങ്ങൾ അനുസരിച്ചിട്ട് ലീഗലാണെങ്കിൽ പോലും ചില സാധനങ്ങൾ നമുക്ക് ആവശ്യമില്ലാത്ത ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിലൊരു സാധനമാണ് ഇതൊക്കെ. അവരങ്ങനെ പറഞ്ഞു, അവർ നല്ലതെന്ന് പറഞ്ഞ് എന്നിട്ടാണ് ഞാൻ ചെയ്തത് എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു തവണ തെറ്റുപറ്റാം, 2 തവണ തെറ്റുപറ്റാം. ഇതെങ്ങനെയാണ് താങ്കൾ ചൂസ് ചെയ്യുന്ന എല്ലാ അഡ്വർടൈസ്മെൻറ്റും ഇങ്ങനെ തെറ്റുപറ്റുന്നത്? അതൊക്കെയാണ് എനിക്ക് മിസ്കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ എനിക്ക് താങ്കളുമായിട്ട് യോജിച്ച് പോകാൻ പറ്റാത്ത സാധനങ്ങൾ. താങ്കളുടെ കണ്ടന്റ് എനിക്ക് ഇഷ്ടമാണ്, താങ്കളെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പോഴല്ല, ആദ്യം വന്ന് ഹിറ്റടിച്ച് കയറിയപ്പോൾ മുതലേ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താ
ഗാംബ്ലിംഗ് അല്ലാതെ മറ്റേ ഗെയിം ഓഫ് ചാൻസ്, മറ്റേ ഡ്രീമിലോൺ അതുപോലെ വരുന്ന ഒരു സാധനത്തിൽ വരുന്ന ഒരു ഗെയിം ഓഫ് ചാൻസ് അല്ല, ഗെയിം ഓഫ് സ്കില്ലാണത്. സോ അത് ലീഗലായിട്ടുള്ള കാര്യമാണ്. ഇന്ത്യയിൽ അവരും ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്ത് അതൊക്കെ നോക്കിയാണ്. അത് ലീഗൽ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ആഡ് ചെയ്തതും. പക്ഷെ അത് ഞാൻ ഓർക്കേണ്ടായിരുന്നു, കാരണം കുറേ കുട്ടികളും കാര്യങ്ങളൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ അവർ അത് കണ്ട് ചിലപ്പം അതിലോട്ട് പൈസ ഇടാൻ താല്പര്യപ്പെടും. സോ അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ലായിരുന്നു. സോ ഐ എം സോ സോറി ഫോർ ദാറ്റ്. ഇത് ഞാൻ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഇങ്ങനെ പറഞ്ഞു. പിന്നെ വേറൊരു കമന്റ് ഞാൻ കണ്ടത് ഇതാണ്, ഓടാ ഹോപ്പേ നീ രാജ് ബെറ്റെക്സ് അംബാസിഡർ അല്ലേ, നീ വെറും ആണ് രാജ് ബെറ്റെക്സ് അംബാസിഡർ. ഓക്കെ, സോ ഇപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്ത പ്രൊമോഷന്റെ കാര്യങ്ങളും മറ്റുമാണ്. ഇതല്ലാണ്ട് എനിക്ക് കുറേ പ്രൊമോഷൻ വന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഇതൊക്കെ ബെറ്റിംഗ് ആപ്പിൻ്റെയാണ് എനിക്ക് വന്നത്. ബെറ്റിംഗ് ആപ്പ് ഇനി ഇവിടെ ഇത് മൊത്തം ബെറ്റിംഗ് ആപ്പ്, എല്ലാ ദിവസവും വരുന്ന മെയിലുകളാണ് ഇത്. ഓക്കെ, സോ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം വെച്ചാൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ പ്ലെയിൻ പറക്കുന്ന സാധനം, മറ്റേ പൈസ ഇങ്ങനെ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. മറ്റേ കളർ പറഞ്ഞിട്ട് അങ്ങനെ പ്രഡിക്റ്റ് ചെയ്ത് കുത്തുന്നത്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഇവർ ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത്. സോ ഇവർ ഓഫർ ചെയ്യുന്ന പൈസ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് എൻ്റെ ചാനലിൽ, മെയിൻ ചാനലിൽ ഞാൻ അവർ പറയുന്ന അത്ര ഒരു സ്പെസിഫിക് എമൗണ്ട് വീഡിയോ ഉണ്ട്. അത് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് 2 ഡിഫൻഡർ വാങ്ങിക്കാനുള്ള പൈസ കിട്ടിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം വണ്ടി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. 2 ഡിഫൻഡർ മേടിക്കാൻ, ദാറ്റ് മീൻസ് കോടികളാണ് അവർ ഓഫർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ചാനൽ റീച്ചിലേക്ക് വരുമ്പോൾ നമുക്ക് ആരെങ്കിലുമൊക്കെ കോടി ഓഫർ ചെയ്യല്ലേ അല്ലേ? ഇപ്പോൾ ആരെങ്കിലും ഒരു ഓണക്കോടിയോ വിഷുക്കോടിയെങ്കിലും ഓഫർ ചെയ്തത് നല്ലതെന്നൊരു അവസ്ഥയിലാണ് നമ്മളിരിക്കുന്നത്. നല്ല കാര്യം. ഡിഫൻഡർ വെച്ച് ഞാൻ പറഞ്ഞത് 2 ഡിഫൻഡർ വാങ്ങിക്കാനുള്ള പൈസ ആദ്യമേ തന്നെ അവർ നമുക്ക് ക്രിപ്റ്റോ വഴി അയച്ചു തരും. പിന്നെ ബാക്കി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഇട്ടാൽ മതി. അങ്ങനെ വീഡിയോ ഇടുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. സോ അവർക്ക് എത്ര കൊടുത്തതെന്ന് നോക്കിയല്ലോ, എന്നോട് പറഞ്ഞതാണ്. ഞാൻ അവർ എമൗണ്ട് ആണ് പറഞ്ഞത്, ഞാനത് വണ്ടിയുടെ ഇതാക്കി പറഞ്ഞത്. കാരണം ഇനി വരെ കോടികൾ കേട്ടിട്ട് ഇതാണ് മറ്റാണ് മറിച്ചാണ്. അപ്പോൾ കോടികളാ പറഞ്ഞത് ചേട്ടന് സമ്മതിച്ചു. 2 ഡിഫൻഡർ എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞതൊരു 2.5-3 കോടിയെങ്കിലും ഓഫർ ചെയ്തിട്ടുണ്ടാവാം. അതിന് മുകളിൽ ഓഫർ ചെയ്തിട്ട് ഇവിടെ മേടിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടായിരിക്കാം. അത് വേണ്ടെന്ന് വെക്കാൻ നിന്ന് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാകാം. അത് വേണ്ട എന്ന് നമ്മൾ നോ പറയേണ്ടടുത്ത് നോ പറയുന്നതാണ് നമ്മുടെ ചങ്കൂറ്റം എന്ന് പറയുന്നത്. താങ്കൾ അങ്ങനെ കുറേ കാര്യങ്ങൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും താങ്കൾ അഭിനന്ദനം അർഹിക്കുന്നു, ഞാൻ അഭിനന്ദിക്കുന്നു. അതുപോലെ നമുക്ക് അബദ്ധം പറ്റിയത് നമ്മൾ ഏറ്റു പറയുകയും വേണം. അത് ഏറ്റു പറഞ്ഞിട്ടുണ്ട്, അതിനെയും ഞാൻ അഭിനന്ദിക്കാം. എന്നാലും ഞാൻ അത് ചെയ്തിട്ടില്ല. അത് പ്രോപ്പർ ഗാംബ്ലിംഗ് ആപ്പ് ആയതുകൊണ്ടാണ് അത് ചെയ്യാണ്ടിരുന്നത്. അത് പ്രോപ്പർ ഗാംബ്ലിംഗ് ആപ്പ്, ഇത് ഇൻപ്രോപ്പർ ഗാംബ്ലിംഗ് ആപ്പ്. എന്തായാലും ഉടായ്പ സാധനങ്ങളൊക്കെയാണ് നമ്മൾ കുറേ ചെയ്തിട്ടുള്ളത്. അത് ഉടായ്പാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേനും നിങ്ങളെപ്പോലെ ടോപ്പിൽ നിൽക്കുന്ന ഒരാൾ, നിങ്ങളെ ഡൈഹാർഡ് ഫാനായിട്ട് നിൽക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും നിങ്ങൾ പറയുമ്പോൾ ഇൻഫ്ലുവൻസർ ആവും, അത് ചെയ്യും. അത് ഈ കമ്പനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് നിങ്ങളെ സമീപിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന, എന്നെ സബ്സ്ക്രൈബ് ചെയ്ത, എന്നെ കണ്ട് നിൽക്കുന്ന ആളുകളെ തേക്കാതിരിക്കുക എന്നൊരു ബോധം ഈ പ്രൊമോഷൻ ഏറ്റെടുക്കുന്ന എല്ലാവരും കാണിക്കണം. ചിലപ്പോൾ നാളെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കയറില്ലായിരിക്കും. എനിക്ക് പ്രൊമോഷൻ വന്ന് ഞാൻ എടുക്കും കേട്ടോ. ഞാൻ ഈ റിയാക്ഷൻ വ്ളോഗേഴ്സ് ആരും പ്രൊമോഷൻ എടുക്കത്തില്ലെന്നൊക്കെ പറയുന്നത്. എനിക്കിത് നല്ല പ്രൊമോഷൻ വന്നാൽ ഞാൻ എടുക്കും. പക്ഷേ അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ ഇതിനകത്ത് ഇതുപോലെ പല സാധനങ്ങളാണ്. നാളെ ഞാനായിരിക്കും ലെയറിൽ, ഈ വീഡിയോ ആയിരിക്കും പ്രശ്നമാകുന്നത്. അതുപോലെ തന്നെ വേറൊരു പ്ലാറ്റ്ഫോം ഓഫർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിറ്റ് കോയിനാണ്, 1.2 ബിറ്റ് കോയിൻ എന്താണ് അവർ ഓഫർ ചെയ്തത്. 1.2 ബിറ്റ് കോയിൻ എന്ന് പറയുമ്പോഴത്തേന് ഏകദേശം 70 ലക്ഷം മുതൽ 76-77 ലക്ഷം വരെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പോൾ അത്രയും വലിയ എമൗണ്ടുകളാണ് ഈ ബെറ്റിംഗ് ആപ്പും ഗാംബ്ലിംഗ് ആപ്പും ഇതുപോലത്തെ ഇല്ലീഗലായിട്ട് പ്രവർത്തിക്കുന്ന സാധനങ്ങൾ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ലീഗലായിട്ട് പ്രവർത്തിക്കുന്നതിന് പ്രൊവൈഡ് ചെയ്യത്തില്ല. അവന് ഗവൺമെൻറ് പല സാധനങ്ങൾ കൊടുക്കണം. ഇവന്മാർ ഉടായ്പിൽ ചെയ്യുന്നുണ്ട് അത് തരുന്നത്. അതുപോലെ ഒരു 6 മാസം 7 മാസം വീഡിയോ ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ബിറ്റ് കോയിൻ അവർ നമുക്ക് അയച്ചു. അതിന്റെ വില നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. സോ അതൊക്കെ പ്രോപ്പർ ഗാംബ്ലിംഗ് ആപ്പ്, നമ്മൾ പൈസ പോയിട്ട് ഉറപ്പാണ് അങ്ങനെ പോകുന്ന ഒരു ആ ഒരു ഏരിയ ആണത്. സോ അത് ഞാൻ ഒരിക്കലും ഞാൻ ചെയ്തിട്ടില്ല. അത് ഞാൻ ആദ്യം അറിയാണ്ട് ചെയ്തിട്ടുണ്ടോ, ഞാൻ അപ്പം തന്നെ കളഞ്ഞ പേയ്മെന്റ് എനിക്ക് കിട്ടിയിട്ടില്ല. സോ ഇത് ഇങ്ങനെ വരുന്ന ആപ്പുകളാണ് ഞാൻ വിചാരിച്ചത് പ്രോബ്ലം ആണെന്ന്. പക്ഷേ അത് ആൾക്കാർ പറഞ്ഞ ബ്രോ മറ്റേ ലുഡോ കളിക്കുന്നതും ഇതാണ്, പക്ഷെ അത് ലീഗലായിട്ടുള്ള സാധനമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്തത്. ആൻഡ് ഞാൻ ഇപ്പോഴും പറയുന്നത് ഐ എം സോ സോറി ഫോർ ഡൂയിങ് ദാറ്റ്. ഇനി അങ്ങനത്തെ ഒന്നും ആവർത്തിക്കില്ല. ഓക്കെ, ഇനി അങ്ങനത്തെ ഒന്നും ആവർത്തിക്കില്ല. വളരെ നല്ല കാര്യം, ആവർത്തിക്കാതിരിക്കട്ടെ. താങ്കൾ നല്ല രീതിയിലുള്ളൊരു ഇൻഫ്ലുവൻസറായിട്ട് മാറട്ടെ. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യട്ടെ. ഇൻഫ്ലുവൻസ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാമല്ലോ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യട്ടെ. ലീഗലാണെങ്കിലും ലീഗലല്ലെങ്കിലും, ഇന്ത്യയിൽ ലീഗലാണെങ്കിലും അല്ലെങ്കിലും അത് പ്രൊമോട്ട് ചെയ്യാമോ, നമ്മളത് പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ട് ആർക്കെങ്കിലും ദോഷമുണ്ടോ എന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ചെയ്യുക. ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞ് നിൽക്കുന്നവരും, പ്രൊമോഷൻ എടുക്കുന്ന കണ്ടൻറ് ക്രിയേറ്റർ എന്ന് പറഞ്ഞ് നിൽക്കുന്നവരായാലും ആരായാലും, നിങ്ങൾ പ്രൊമോഷൻ എടുക്കുമ്പോഴത്തേനും യൂസ് യുവർ ബ്രെയിൻ പ്ലീസ്. അത്ര നമുക്ക് പറയാനുള്ളൂ. കാരണം നിങ്ങളെ അന്ധമായി വിശ്വസിക്കുന്ന കുറേ ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. ആ വിശ്വസിക്കുന്ന ആളുകളെ, നിങ്ങളെ വിശ്വസിച്ചു എന്നൊരു കാരണം കൊണ്ട് മാത്രം അവരുടെ പണം നഷ്ടപ്പെടുന്നൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകല്. ഏതായാലും ഇദ്ദേഹത്തിൻ്റെ ചാനൽ ഇനി ഇങ്ങനത്തെ വീഡിയോസ് വരില്ലെന്ന് പറയുന്നത്, ഒരാൾ അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് മാറി മുന്നോട്ട് പോകുമ്പോഴത്തേനും നമ്മൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ താങ്കളുടെ മുന്നോട്ടുള്ള വീഡിയോയിൽ സപ്പോർട്ട് ചെയ്യുന്നു. നന്നായി മുന്നോട്ട് പോവുക. പക്ഷേ ചെയ്തത് എൻ്റെ തരമായി പോയി കേട്ടോ. നമ്മൾ ഒരു കുറ്റം പറയാതെ ഇങ്ങനെ അവസാനിപ്പിക്കുന്നത്. അത്രയും വീഡിയോ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ. മറ്റൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.